മത്സരത്തിൽ രണ്ട് കിടിലൻ ടീമുകൾ തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ നേർ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പക്ഷേ കുട്ടി ക്രിക്കറ്റിന്റെ കാര്യത്തിൽ മാത്രം അത് അങ്ങനെയല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം കുട്ടി ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യക്ക് വലിയ മുൻതൂക്കമുണ്ട്. ആ കണക്ക് ഇങ്ങനെയാണ്: 15 മത്സരങ്ങളിൽ ഇന്ത്യ 12 ജയിച്ച ചരിത്രമാണുള്ളത്. ഇതിൽ നമ്മുടെയൊക്കെ ഓർമ്മകളിൽ പെട്ടെന്ന് വരുന്നൊരു മത്സരമുണ്ട്. അങ്ങ് 2007 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചാണ് അന്ന് കിരീടം നേടിയത്. ആ മത്സരമടക്കം നിരവധി മത്സരങ്ങളുണ്ട്. മെൽബണിലെ വിരാട് കോഹ്ലിയുടെ ആ ഐതിഹാസിക ഇന്നിങ്സ് എങ്ങനെ മറക്കാനാകും എന്നുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ പാകിസ്ഥാന് സ്വന്തമായിട്ടുള്ളത് 3 ജയങ്ങൾ മാത്രമാണ്. പാകിസ്ഥാന്റെ കൈവശമുള്ളത് 3 ജയങ്ങൾ. അങ്ങനെ ഇന്ത്യക്കാണ് കുട്ടി ക്രിക്കറ്റിലെ റെക്കോർഡിൽ മുന്നിൽ നിൽക്കുന്നത്. 15 മത്സരങ്ങളിൽ 12 ജയിച്ചത് ഇന്ത്യയാണ്. പാകിസ്ഥാന് ജയിക്കാനായത് വെറും 3 മത്സരങ്ങളിൽ മാത്രമാണ്. ഇനി ഏഷ്യ കപ്പ് ചരിത്രത്തിലേക്ക് വരികയാണെങ്കിലും ഇന്ത്യയാണ് ബഹുദൂരം മുന്നിലുള്ളത്. അതായത് 21 മത്സരങ്ങളിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏഷ്യ കപ്പിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 12 ജയിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യക്കാണ് മുൻതൂക്കം. ആ 2 എന്ന് പറയുന്നത് ഇത്തവണത്തെ ഗ്രൂപ്പ് സ്റ്റേജിലും ഒപ്പം തന്നെ സൂപ്പർ 4ലും ജയിച്ച ആ 2 ഉൾപ്പെടും ഈ 12. അങ്ങനെ ഇന്ത്യയാണ് 12 മത്സരങ്ങൾ ജയിച്ചത്. പാകിസ്ഥാന് ജയിക്കാനായത് 6 മത്സരങ്ങളിലാണ്. 3 മത്സരങ്ങളിൽ ഫലമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം. എന്തായാലും ഇന്ന് ഇന്ത്യയുടെ 12 എന്നുള്ളത് 13 ആകുമോ അതോ പാകിസ്ഥാൻ ആ 4-ാം നമ്പറിലേക്ക് നീട്ടിയെടുക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.